എല്ലാവർക്കും നമസ്കാരം. കുറച്ച് കാലങ്ങളായി ഞാൻ വീഡിയോ ഇട്ടിട്ട്, കാരണം കുറച്ച് ചെറിയ ചെറിയ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയിട്ട് കുറച്ച് നാളായിട്ട് കുറച്ച് ടെസ്റ്റിലൊക്കെ ആയിരുന്നു. അപ്പോൾ വീണ്ടും നമ്മൾ തിരിച്ച് വീഡിയോസിലേക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് തുടർന്നും ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്ക് ഓണദിനങ്ങളാണ്. ഇപ്പോൾ തിരുവോണമാണ്. അപ്പോൾ ഓണത്തിനെ വിളിച്ചറിയിക്കുന്ന ഒരു രാഗമുണ്ട്. ഓണത്തിൻ്റെ ആ സമൃദ്ധിയും ആ നന്മയും എല്ലാം അടങ്ങുന്ന ഒരു രാഗം. ആ രാഗം ആരഭി എന്ന രാഗമാണ്. മിക്കവാറും നല്ല ഓണപ്പാട്ടുകൾ ഈ രാഗത്തിലുണ്ട്. ഒരുപാട് ഓണപ്പാട്ടുകളുണ്ട്. ആ രാഗവും അതിലുള്ള ആ ഒരു ഓണപ്പാട്ടും നമുക്ക് ഒന്ന് നോക്കാം. ആ രാഗം, അതിൻ്റെ ആരോഹണം സരി മ പദ സ സാനി ധ പ മഗരേ സ സരി മ പദ സ സാനി ധ പ മഗരേ സ. ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, മധ്യമം ശുദ്ധമധ്യമം, പഞ്ചമം ചതുശ്രുതി ധൈവതം എന്നിവയാണ് ആരോഹണം. അവരോഹണത്തിൽ സമ്പൂർണ്ണമായിട്ടാണ് സനി ധ പ മഗരേ സ. ഷഡ്ജം കാകള നിഷാദം, കൂടിയ നിഷാദം, ചതുശ്രുതി ധൈവതം, പഞ്ചമം ശുദ്ധമധ്യമം, ഗാന്ധാരം അന്തരഗാന്ധാരം, ചതുശ്രുതി ഋഷഭം, ഷഡ്ജം എന്നിങ്ങനെ. ഈ രാഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇത് നമ്മുടെ ജണ്ഡവരിശ എന്ന ആ വരിശയിലൂടെയാണ് ഈ രാഗം പോകുന്നത്. ഈ രാഗത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ജണ്ഡവരിശയിലാണ്. കാരണം സരിമപദസ സനിധപ മഗരിസ, ആ സനിധപ മഗരിസ എന്ന പ്രയോഗം പൂർണ്ണമായിട്ടും ജണ്ഡ പ്രയോഗത്തിലാണ്. ജണ്ഡ പ്രയോഗത്തിൽ അല്ലാതെ പാടിയാൽ സാനിധപ മഗരിസ, അത് ശങ്കരാഭരണത്തിൻ്റെ അല്ലെങ്കിൽ അതൊരു മേജർ റൂട്ടിലേക്ക് പോകും. ശങ്കരാഭരണത്തിൻ്റെ പോലത്തെ ഒരു രീതിയിലേക്ക് വരും. പക്ഷെ അങ്ങനെയല്ല ആരഭിയിലെ സനിധപ മഗരിസ അവരോഹണം വരുന്നത്. അങ്ങനെയല്ല. സനിധപ മഗരിസ സസധപ മമരിസ എന്നുപോലെ തോന്നും. വയലിൽ നിന്ന് നോക്കാം. സരി മ പദ സ, ഷഡ്ജം ചതുശ്രുതം ശുദ്ധമധ്യമം, പഞ്ചമം ചതുശ്രുതി ധൈവതം, ഷഡ്ജം. ഈ സനിധപ മഗരിസ എന്ന് വായിക്കുന്നത് ഒരിക്കലും അല്ല. സസധപ സനിധപ മഗരിസ അങ്ങനെയാണ്. സസധപ മഗരിസ സസധപ മമരിസ. സനിധപ്പയ്ക്ക് പകരം സസധപ മമരിസ എന്ന് വായിച്ചാലേ ആരഭി എന്ന രാഗത്തിലേക്ക് മാറുകയുള്ളൂ. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പം രാഗം സരി മ പദ സ സനിധപ മഗരിസ. രാഗം കുറച്ച് ആലാപനം വായിക്കാം. ഇതിലുള്ള വളരെ പ്രസിദ്ധമായ ഒരു പാട്ടുണ്ട്. രണ്ട് പാട്ടുകൾ നമ്മൾ പ്രധാനമായിട്ടും ഓണത്തിന് പാടുന്ന രണ്ട് പാട്ടുകൾ. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ സരി പ പ പ പ മ പ പ മ മ പ പ മ രെ. സരി സ സ
ടി സ സ സ സ നി ധ സ. ആമോദത്തോടെ ദസരി മാമ ദസരി മാമ റിമപ്പാമാരി സരി സ സരി സ സ സ സ നി ധ സ. അങ്ങനെ മറ്റൊരു വളരെ പ്രസിദ്ധമായ ഒരു ഓണഗാനമുണ്ട്. അത് തിരുവോണപ്പുലരി തൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി. ആ പാട്ട്, അതായത് പാട്ട്. അതിൻ്റെ സ്വരം സസരി സസരി പ പ പ പ പ പ പ പ തിരുമുൽ മപദ പ പ പ പ പ മപദ മപദ ദ പ മപദ ദ പ മാമ മമ്മരി സ സരിമരി. സരിമകരി എന്നുള്ളത് മമരി എന്ന് വായിക്കണം. സരിമരി, കാരണം രാഗത്തിൽ അങ്ങനെ വരൂ. തിരുമേനി സസരി പ മരി സസരി പ മരി രി സസരി പ മരി. ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി സസരി സ സസരി സ സ ഒരുങ്ങി ദസരി മകരി ഹൃദയങ്ങളണിഞ്ഞൊരു റിമപദ റിമപദ ദരി സനി ധ പ മ ദരി സനി ധ പ മ രി രി സരി സ. അങ്ങനെയാണ് ആ ഗാനത്തിൻ്റെ പല്ലവി. അപ്പോൾ ഈ രാഗത്തെ ഒന്ന് മനസ്സിലാക്കുക, ആ രാഗത്തിൽ ഇത് ഒന്ന് വായിച്ചു നോക്കാൻ ശ്രമിക്കുക. ഓക്കെ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. താങ്ക് യു.